ഇന്ന് വൈകുന്നേരം, ഞാൻ ഇന്ന് എന്ന് പറയുമ്പോൾ ഇത് പിന്നെ ആർക്കൈവിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോ ഗാലറിയിൽ പോകുമ്പോൾ എന്നാണ് ഇന്നെന്നുള്ളൊരു സംശയം വരും. അതായത് തിരുവനന്തപുരത്ത് 17-ാം തീയതി എന്ന് പറയുന്ന ഇന്ന് ജൂലൈ മാസം 17-ാം തീയതി ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഒരു 5 മണി 5:30 മണിയോടുകൂടി തിരുവനന്തപുരത്ത് ഇന്ന് മഴയില്ല. അതുകൊണ്ട് നല്ലൊരു പ്രകടനമായിരിക്കും നടക്കുന്നത്. നായർ സർവീസ് സൊസൈറ്റിയുടെ അതിഗംഭീരൻ കലക്കൻ പ്രകടനം നടക്കും. വനിതകളും പുരുഷന്മാരും എല്ലാവരും ഇറങ്ങുന്ന അടിപൊളി യോഗം നടക്കും. പക്ഷേ യോഗത്തിൽ വിളിക്കുന്ന സകല മുദ്രാവാക്യവും തന്തയ്ക്ക് തള്ളയ്ക്ക് പിള്ളയ്ക്ക്. കാരണം എന്താ കാര്യം? വി.ഡി. സതീശൻ വളരെ മോശമായി സുകുമാരൻ നായരെ അപമാനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വർത്തമാനത്തിൽ നിന്നാണ് ഈ ജാഥ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും മുദ്രാവാക്യമൊക്കെ അടിപൊളിയായിരിക്കും. പോടാ മേനോനെ എന്നുള്ളതായിരിക്കും, സംഘി മേനോൻ എന്നൊക്കെ ഉള്ള വിളിയായിരിക്കും. എന്തായാലും വലിയ രീതിയിൽ പ്രതികരിക്കാൻ NSSൻ്റെ തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ തീരുമാനിച്ചിട്ടുണ്ട്. സംഗീത് കുമാറാണ് അതിൻ്റെ അമരക്കാരൻ. പിന്നെ ശാസ്ത്രമംഗല മോഹൻ, വലിയ ടീമാണ് തിരുവനന്തപുരത്ത്. കാരണം NSS തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ വളരെ ശക്തമാണ്. അപ്പോൾ ഈ സംഗീത് കുമാർ സംസ്ഥാന നേതാവും ഒക്കെയാണ്, വളരെ ശക്തമാണ്. അപ്പോൾ അവരുടെ വലിയ ജാഥ നടക്കും. പക്ഷേ ഈ ജാഥ നടക്കുമ്പോൾ തന്നെ പ്രതിഷേധ പ്രകടനമൊക്കെ നടക്കുമ്പോൾ തന്നെ വി.ഡി. സതീശനെ അനുകൂലമാക്കുന്ന ഒരുപാട് കോൺഗ്രസ് ആളുകൾ വി.ഡി. സതീശന് വോട്ട് ചെയ്തിട്ടുള്ളതും പരമ്പരാഗത, ഇപ്പോൾ ശാസ്ത്രമംഗല മോഹനൊക്കെ പരമ്പരാഗതമായ കോൺഗ്രസ്സാണ്, കോൺഗ്രസിൻ്റെയും കൂടി നേതാവാണ്. അങ്ങനെ വളരെ, ഇപ്പോൾ സംഗീത് കുമാർ അങ്ങനെയല്ല, രാഷ്ട്രീയമൊന്നുമില്ല, എന്നാൽ ഒരു കോൺഗ്രസ് ആഭിമുഖ്യം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ വളരെ വലിയ തോതിലാണ് കോൺഗ്രസിനകത്ത് NSSനകത്ത് നായർ സർവീസിനകത്ത് കോൺഗ്രസിൻ്റെ സ്വാധീനം. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അടിച്ചുകൊണ്ട് പോകുമോ NSSനെ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇപ്പോൾ CPM അനുകൂല നിലപാടെടുത്താണ് സുകുമാരൻ നായർ നിൽക്കുന്നത്. സമദൂരം, ബഹുദൂരം, അതിവേഗം, പിന്നെന്താണ് പ്രശ്നദൂരം, പിന്നെ ശരിദൂരം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചേട്ടൻ്റെ മനസ്സിൻ്റെ ഉള്ളിലിരിക്കുന്നത് കൃത്യമായി പിണറായി സ്തുതിയാണ്. കൃത്യമായിട്ട് അതാണ്. പിണറായി വിളിച്ചാൽ ഫോൺ എടുക്കും. പക്ഷെ പിണറായിയുടെ ആരാധകനാണ് സുകുമാരൻ നായർ. ഇത് 24 മണിക്കൂറും തള്ളയ്ക്കും തന്തയ്ക്കും പറഞ്ഞ് സതീശൻ തിണ്ണനിറങ്ങുന്നവനാണ്. സതീശൻ മത നേതാക്കളുടെ കാല് പിടിക്കുന്നവനാണ്, കുഴമ്പിടുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി നികൃഷ്ടമായി പറഞ്ഞിട്ടും ജനങ്ങൾ മുഖ്യമന്ത്രിയാക്കി. അദ്ദേഹം ഒരു ഫോൺ എടുത്താലല്ലേ അത്ഭുതമുള്ളൂ, എടുത്തില്ലെങ്കിൽ വല്ല അത്ഭുതമുണ്ട്. നിങ്ങളായ ഫോൺ എടുക്കും, ഞാനായ ഫോൺ എടുക്കും, ഒരു പോടേന്ന് പറയും. ഇങ്ങനെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു കഴിഞ്ഞാൽ ഒരു പരസ്യമായിട്ട് അഥവാ ഒരാൾ ഒരു മുഖ്യമന്ത്രി എന്നുള്ള കാൻഡിഡേറ്റ് അദ്ദേഹം മത്സരിച്ചപ്പോൾ NSSൻ്റെ ഒരു സപ്പോർട്ട് ആവശ്യപ്പെട്ടെങ്കിലും അതിന് തിണ്ണനിറങ്ങി എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു ഭാഷയാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് അങ്ങയുടെ ഫോൺ എടുക്കേണ്ട ഒരു കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഫോൺ എടുക്കണമായിരുന്നു. വി.ഡി. സതീശൻ എന്ന് പറയുന്ന ആൾ ഫോൺ എടുക്കണ്ടായിരുന്നു. അപ്പോൾ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളാണല്ലോ വി.ഡി. സതീശൻ. പാതി മുഖ്യമന്ത്രി പാതി വ്യക്തിയും കൂടെ ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് തിരക്കാനിടെ അങ്ങോട്ട് വിളിക്കാമെന്ന് പറയും. അങ്ങനെയേ ഉള്ളൂ. അങ്ങനെ ഒരു ആവേശമൊന്നുമില്ല. ഇതിനിടയിലാണ് BJP പൂത്തിരിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ പൂത്തിരിയാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ നായരാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ പൂത്തിരിയും വി.ഡി. സതീശനാകുന്ന പൂത്തിരിയും കോൺഗ്രസിൻ്റെ ദീപാവലിയും BJPയുടെ ഹോളിയും എല്ലാം കൂടി വരുമ്പോൾ NSSനെ എങ്ങനെ 2ആക്കി 3ആക്കാം? ഇവിടെ വളരെ സൈലൻ്റായി നോക്കിയിരിക്കുന്ന രണ്ടുപേരുണ്ട്. ഒന്ന് CPM വളരെ സൈലൻ്റായിട്ടാണ് നോക്കിയിരിക്കുന്നത്. പിളർക്കുമ്പോൾ ഒരു കഷ്ണം കിട്ടിയ അവരും എടുക്കും. പിന്നൊരാളുണ്ട്, ഒരു മുറിവേറ്റ സിംഹം, ആൺ സിംഹം മുറിവേറ്റിരിക്കുകയാണ്. പത്തനാപുരത്തെ നമ്മുടെ നേതാവ്, സ്വന്തം നേതാവ്, പാർട്ടിയുടെ എല്ലാമായ ഗണേഷ് കുമാർ സാറ് മോശമൊന്നുമല്ല, അദ്ദേഹവും ഉണ്ട്. അപ്പം ഗണേഷ് കുമാർ സാർ പാത്തും പതുങ്ങി നിൽക്കുകയാണ്. ഇതിനെ പൊളിക്കുന്നത് എങ്ങനെ? ഇത് 3ആവുമെങ്കിൽ ഒരു കഷ്ണം കിട്ടുമെന്ന് നമുക്കെങ്ങനെ? ഇത് കോൺഗ്രസ് ആഭിമുഖ്യമുള്ളതാക്കി മാറ്റുന്നത് എങ്ങനെ? ഇത് BJP ആഭിമുഖ്യമുള്ളതാക്കി മാറ്റുന്നത് എങ്ങനെ? CV ആനന്ദബോസ്, CP രാധാകൃഷ്ണൻ, ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് അടക്കം, സുരേഷ് ഗോപി ചേട്ടൻ അടക്കമുള്ള എല്ലാവരും ആലോചിക്കുന്നത്, രാജീവ് ചന്ദ്രശേഖറുമൊക്കെ അങ്ങനെ വെള്ളം കോരുന്നത്, പുട്ടവിക്കുന്നത് എങ്ങനെ ഇതിനെ BJP ലൈനിൽ കൊണ്ടുവരാം. അങ്ങനെ ഇതിനിടയിൽ സുകുമാരൻ നായർ ചേട്ടൻ ഏത് ലൈനിൽ പോകുമെന്നറിയില്ല. മാത്രമല്ല അദ്ദേഹത്തിനും വയസ്സും പ്രായമൊക്കെ ആവുന്നില്ലേ? എണ്ണയും കുഴമ്പും തൈലമൊക്കെ ഇടാനുള്ള സമയമായില്ലേ? അദ്ദേഹത്തിന് ഇതുപോലെ എന്നും മധുര17 പോലെ ഇരിക്കാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹത്തിനും വയസ്സാവുന്നു. അദ്ദേഹത്തിൻ്റെ കാലശേഷം ഇതിനെന്ത് സംഭവിക്കും? ഇത് അടിച്ച് പിരിയുമോ? അടുത്ത നേതാവാര് എന്നൊക്കെയുള്ള വലിയ ചോദ്യമുണ്ട് NSSനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം കണ്ട ഡൽഹിയിൽ നല്ല സ്മൃതി മണ്ഡപവും സ്മാരകവും ആഡിറ്റോറിയം ഒക്കെ വന്നത് കണ്ട. ആ നായന്മാരെ കാശുണ്ട്, ഡൽഹിയിലെ നായന്മാർ ചെറിയ ആളുകളാണ്.
അവരെ നല്ല കാശുണ്ട്. ഇനി ബോംബെയിലും നമ്മളിതുണ്ടാക്കും, മദ്രാസിലുണ്ടാക്കും, കൽക്കട്ടയിലുണ്ടാക്കും, പിന്നെ ചെന്നൈയിലുണ്ടാക്കും, ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളിലെല്ലാം നമ്മൾ സ്മൃതി മണ്ഡപം ഉണ്ടാക്കും. ലോകത്ത് അമേരിക്കയിലുണ്ടാക്കും, ലണ്ടനിലുണ്ടാക്കും, എല്ലാ വിദേശ രാജ്യങ്ങളിലും നമ്മളുണ്ടാക്കും. കാരണം നമ്മളതിൽ പണമുണ്ട്. ഇവിടെ നോക്കിയിട്ടാണ് തരുന്ന പോപ്പിനോട് ചോദിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള വേറൊരു ചിന്താഗതി. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് കാര്യങ്ങൾ. സാമുദായിക സംഘടനകളും ജാതിമത സംഘടനകളും രാഷ്ട്രീയത്തിൽ അധികം ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഇടപെടാൻ പോകുമ്പോഴാണ് ഈ വർത്തമാനവും പ്രശ്നവും എല്ലാം വരുന്നത്. വെള്ളാപ്പള്ളി ചേട്ടനെ കണ്ടുപിടിക്കൂ, ഒരു ശല്യമില്ല, നേരത്തെ പറഞ്ഞ എല്ലാം വിഴുങ്ങി. ഇപ്പോൾ സർക്കാർ അനുകൂല നിലപാടാണ് എടുത്തിരിക്കുന്നത്. എത്ര മനോഹരമാണ്. കുഞ്ഞു കുട്ടിയെ പോലെ എന്നെയും കൂടി പിള്ളേർ അച്ഛനെ പോടാന്ന് പറഞ്ഞിട്ട് മുട്ടായി വാങ്ങിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ പോടാന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അച്ഛാ എന്ന് പറഞ്ഞ് വരണം കണ്ടിട്ടില്ലേ, അമ്മച്ചി എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ കണ്ടിട്ടില്ലേ. അതുപോലെ വെള്ളാപ്പള്ളി ചേട്ടനെ കണ്ടുപിടിക്കുക. അദ്ദേഹം വളരെ കൃത്യമായി ആരുടെ കൂടെയുണ്ട്? ഗവൺമെൻറ്റിൻ്റെ കൂടെയുണ്ട്, അദാനിൻ്റെ കൂടെയുണ്ട്. അദാനിയെ ശാലം തെറി പറയും, ഗവൺമെൻറ്റിനെയും പറയും, പ്രതിപക്ഷത്തിനെ കൊട്ടും. അങ്ങനെ അദ്ദേഹം ആ ലൈനിൽ പോകുന്നു, ഇവർ ഈ ലൈനിൽ പോകുന്നു. എന്തായാലും NSS പിളരുമോ അതോ BJPയും കോൺഗ്രസും ചേർത്ത് പിളർക്കുമോ? അങ്ങനെ പിളർത്താൽ ഏതെങ്കിലും ഒരു കഷ്ണം CPMന് കിട്ടുമോ? ഇതാണ് കേരളം കാത്തിരിക്കുന്ന പുതിയ വർത്തമാനം.